കൊച്ചേട്ടന്റെ കത്ത്. ബോസിന്റെ പരിഹാസം പായസമാക്കാം. പ്രിയ ഡീസൽ കൂട്ടുകാരെ, അർജന്റീനയും കേപ്പ് വെർദെയും തമ്മിലുള്ള ആവശ്യ പോരാട്ടം അന്ത്യത്തോടടുക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം 2026 ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും വികാരഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജനതകോടികളുടെ രോമാഞ്ചമായ കൽപ്പന്തുകളിലൂടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5ലധികം ഷോട്ടുകളാണ് കരിങ്കൽ ഭിത്തിയിലിടിച്ച് തെറിക്കുന്നതുപോലെ ഗോൾ മുഖത്തിന്റെ നാനാവശങ്ങളിലേക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ചു കടന്നുകൂടുമ്പോൾ തന്റെ ഏറ്റവും കൂടുതൽ ബോളുകൾ തടഞ്ഞുതെറിപ്പിച്ച ആ ഗോൾ കീപ്പറിനെ സ്വന്തം ജേഴ്സിയൂരി നൽകി ലയണൽ മെസ്സി ആദരിക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖവുമായി ഒരു മനുഷ്യൻ നിന്നു കരയുകയാണ്. അംബുജത്തിലധികം മാത്രം ജനതകളുടെ തന്റെ കൊച്ചു രാജ്യത്തിന്റെ വിലാസം ആകാശത്തോളം ഉയർത്തിയ കളിക്കളത്തിലെ ആ കാരണവരുടെ പേര് ജോസിമർ ജോസെ ഏവറോ ഡയസ് എന്നാണ്. എന്നാൽ അയാൾ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുഞ്ഞു മുത്തശ്ശി എന്ന അർത്ഥം വരുന്ന ബോസിനോ എന്ന ഓമന പേരിലാണ്. 1986 ജൂൺ 3 കേപ്പ് വെർദെ രാജ്യത്തിലെ സാവോ വിൻസെന്റ് ദ്വീപിൽ അതിൽ ഒരു ജ്ഞാനാദിനായി ജനിച്ച ബോസിനോയാണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്കും പോയതിനാൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിയതിന്റെ പേരിൽ കുഞ്ഞു മുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഔദ്യോഗികത്തിനാക്കി മാറിയ ബോസിനോയാണിത്. ഫുട്ബോൾ കളിക്കാനുള്ള അടങ്ങാത്ത അഭിനയ വേഷം മൂലം കളിക്കാൻ കിടപ്പാക്കമാക്കി പരിഹസിച്ചിറങ്ങി വിട്ട ബോസിനോയാണിത്. എന്നാൽ 20-ാം വയസ്സിനു മുന്നേ തന്നെ 6 അടി ഉയരം നേടി ആശയങ്കോള, മൾഡോവ, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ ടീമുകളിൽ കളിച്ചു ജയിച്ച് 2026 ഫിഫ ലോകകപ്പിന് കപ്പടിച്ച രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ ബോസിനോയാണിത്. പ്രിയ കൂട്ടുകാരെ, ബോസിനോ എന്ന കാൽപന്തുകളിക്കാരൻ തന്റെ കൈകൾ കൊണ്ട് തട്ടിയെറിഞ്ഞത് മെഡയുള്ള പിടയുള്ള ലോകതാരങ്ങളുടെ ചാട്ടുകൽപ്പന്തു കളിക്കുന്നുണ്ടോ? അല്ല. കളികളിലെ അയാൾ സൗഹൃദം, സ്നേഹം, ഗോൾ മുഖത്തിന് മിഴിപൂട്ടാതെ നിന്ന് സ്ഥാനവാശങ്ങളിൽ നിന്നും പലരും വീശിയടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തന്റെ നേരെ പലരും വലിച്ചെറിഞ്ഞ പരിഹാസത്തിന്റെയും അഭിഷേകത്തിന്റെയും ആരോപണങ്ങളെ തട്ടിമാറ്റിയിട്ടുണ്ട്. കൗതുകത്തിന് കളിക്കാനെതിരെ കുള്ളൻ വിളികളെ അയാൾ തെറ്റിദ്ധരിപ്പിച്ചു. പോകെ കുറിവിന്റെ കളിപ്പേരുകൾക്കൊപ്പം മുത്തശ്ശിയെയും ദൈവത്തിനെ പോലെയനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞു മുത്തശ്ശി എന്ന പരിഹാസ പേരും കൊണ്ടാണ് തന്റെ ജീവിതം മധുരത്തിന്റെ പായസമുണ്ടാക്കിയത്. തന്നെ തളർത്താനും പരിഹാസപ്പെടുത്താനുമായി അരികിലുള്ളവർ വലിച്ചെറിഞ്ഞ അഭിഷേകങ്ങൾ അയാൾ തന്റെ പ്രതിരോധശേഷിയുടെ ആയുധമാക്കി. കൂട്ടുകാരെ, ജീവിക്കാനും അതിജീവിക്കാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിഹാസത്തിനു നിന്ന് ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. ഗാലറി റിങ്ങിൽ ഇരുന്ന് കമന്റ് അടിക്കുന്നവർ മെയ്നാണികൾ കളിക്കുന്നവരല്ല, വെതും കളികൾ മാത്രമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേയുള്ളൂ എന്നറിയുക. വിജയാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.